ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നും ഞാൻ വന്നിരിക്കുന്നത് നമുക്കൊക്കെ ഒരുപാട് പ്രയോജനകരമായിട്ടുള്ള നല്ല കുറച്ച് ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് കേട്ടോ. ഇതുപോലെ കുറച്ച് ഗ്രാമ്പു ഉണ്ടെങ്കിൽ ഒന്നല്ല ഒരു 100 കാര്യങ്ങൾ തന്നെ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ടൊന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി കൂടെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്ക് സമയം കളയാണ്ട് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ഗ്രാമ്പു ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഏകദേശം 1.5 ടേബിൾ സ്പൂൺ അളവിലേക്ക് ഗ്രാമ്പു ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. എപ്പോഴും കുറച്ച് ഗ്രാമ്പു പൊടിച്ചത് നമ്മുടെ വീട്ടിൽ അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ മാറ്റി വെക്കുന്നത് നല്ലതായിരിക്കും. അപ്പം നമ്മൾ ഈ പൊടിച്ച ഗ്രാമ്പു കൊണ്ട് എന്തൊക്കെയാണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്നുള്ളതൊന്ന് കണ്ടു നോക്കാം. അപ്പം നമുക്ക് നമ്മുടെ ആദ്യത്തെ ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു വിളക്കിലേക്ക് ചിരാതിലേക്ക് ഞാൻ 2 കർപ്പൂരമാണ് കേട്ടോ ഇട്ട് കൊടുത്തിരിക്കുന്നത്. സന്ധ്യാസമയത്ത് ഇതുപോലൊരു വിളക്ക് മാത്രം നിങ്ങൾ കത്തിച്ച് വെച്ചാൽ മതിയാകും. നെഗറ്റീവ് എനർജി ഇല്ലാണ്ടായി നല്ലൊരു പോസിറ്റീവ് എനർജി നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരാനും പൊടിയീച്ചകളുടെയും കൊതുകിൻ്റെയും ശല്യം ഇല്ലാണ്ട് കൊണ്ടിരിക്കാൻ വേണ്ടിയിട്ടും ഇതുപോലൊരു വിളക്ക് നിങ്ങൾ വീട്ടിൽ കത്തിച്ച് വെച്ചാൽ മതിയാകും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വെച്ച കർപ്പൂരത്തിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മൾ ഓൾറെഡി പൊടിച്ചു വെച്ച ഗ്രാമ്പു ആണ്. ഒരു 1/4 ടീസ്പൂൺ അളവിലേക്കാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇതൊന്നും മാത്രം മതി കേട്ടോ. ഇതിൽ നിന്നും വരുന്ന ഒരു സ്മെല്ല് അത്രത്തോളം നല്ലൊരു സ്മെല്ലാണ്. അത് തന്നെയാണ് നമ്മുടെ വീട്ടിൽ നല്ലൊരു പോസിറ്റീവ് എനർജി കൊണ്ടുവരുന്നത്. അത് മാത്രമല്ല കേട്ടോ, ഇടയ്ക്കിടയ്ക്ക് തലവേദന ഉള്ളവരാണെങ്കിലും ഈ ഒരു ഗ്രാമ്പൂവിൻ്റെ സ്മെല്ല് ഉൾക്കൊള്ളുന്നത് അത്രത്തോളം നല്ലതാണ്. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങളും ഇതുപോലെ സന്ധ്യാസമയത്തൊന്ന് കത്തിച്ച് വെച്ച് നോക്കൂ. നിങ്ങൾക്ക് തന്നെ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഇനി നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ അതും ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ അല്ലെങ്കിൽ ഡിന്നറിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/4 ബൗൾ അളവിലേക്ക് മില്ലറ്റ് ആണ് കേട്ടോ എടുത്തിരിക്കുന്നത്. 1/4 ബൗൾ അളവിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/4 ബൗൾ അളവിലേക്ക് ലിറ്റിൽ മില്ലറ്റും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു 1/2 ബൗൾ അളവിലേക്ക് കറുപ്പ് ഉഴുന്നാണ്. ശരീരത്തിന് നല്ല ബലവും ഊർജ്ജം കിട്ടാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ അയൺ ഡെഫിഷ്യൻസി ഉള്ളവർക്കൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കിടിലൻ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്ത 3 ഇൻഗ്രീഡിയൻസും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. അന്നതിന് ശേഷമാണ് നമ്മളിത് കുതിർക്കാൻ വേണ്ടി വെക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അത് കുതിരാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു 4 to 5 മണിക്കൂർ സമയം വரைക്കും നമുക്കിതൊന്ന് കുതിർക്കാൻ വേണ്ടി മാറ്റി വെക്കാം. മില്ലറ്റ്സിന് ഓരോ സ്ഥലത്തും ഓരോ പേരാണ് കേട്ടോ അറിയപ്പെടുന്നത്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഞാൻ അതിൻ്റെ പേര് ഇവിടെ എടുത്ത് പറയുന്നില്ല. നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നതായിരിക്കും. അപ്പോൾ നന്നായിട്ട് നമ്മുടെ മില്ലറ്റ്സും കറുപ്പുഴുന്നൊക്കെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കാം. ഞാൻ രാത്രി മുഴുവനായിട്ടാണ് കേട്ടോ കുതിർക്കാൻ വേണ്ടി വെച്ചിരുന്നത്. ഇപ്പോൾ രാവിലെയാണ് ഞാനിത് അരച്ചെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് പുളിക്കാനൊന്നും വെക്കേണ്ട ഒരാവശ്യവുമില്ല. അരച്ചിട്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ അപ്പം തന്നെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ കുതിർക്കാൻ വെച്ച ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 1/4 ബൗൾ അളവിലേക്ക് റേഷൻ അരിയുടെ ചോറാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിലേക്ക് ചെറിയ ജീരകവും 4 അല്ലി വെളുത്തുള്ളിയും 2 വറ്റൽമുളകും ഒരു 1/2 തക്കാളി, അതായത് അത്യാവശ്യം വലിയ തക്കാളിയാണ്, നന്നായിട്ട് പഴുത്ത 1/2 തക്കാളിയും കൂടെ ഞാൻ അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നല്ല രീതിയിലൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മില്ലറ്റ് ദോശയ്ക്ക് വേണ്ടിയിട്ടുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്ക് പോലും വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇത്. ഇത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും നൈറ്റ് ഡിന്നർ ആയിട്ടും കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള മില്ലറ്റ് ബാറ്റർ ആണ് കേട്ടോ. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങളും ഇതുപോലൊന്ന് തയ്യാറാക്കി നോക്കുക. ഇതുകൊണ്ട് ദോശ മാത്രമല്ല കേട്ടോ, നമുക്ക് പനിയാറും ഒക്കെ ഒഴിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ ദോശപ്പാൻ വെച്ചിട്ടുണ്ട്. പാൻ നന്നായിട്ടൊന്ന് ചൂടായ ഉടനെ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ ബാറ്റർ നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഒട്ടും ഒട്ടിപ്പിടിക്കാണ്ട് കൊണ്ട് നല്ല കിടിലൻ ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ മില്ലറ്റ് ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയതും അതുപോലെ തന്നെ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുമുള്ള മില്ലറ്റ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റിയ കിടിലൻ റെസിപ്പിയാണ്. ഉറപ്പായിട്ടൊന്ന് തയ്യാറാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിലിട്ട് അറിയിക്കുകയും കൂടെ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം. അതിനു വേണ്ടി ഒരു കുഞ്ഞു ബൗളിലേക്ക് ഞാൻ ഒരു 1/4 ടീസ്പൂൺ അളവിലേക്ക് ഗ്രാമ്പു ആണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ അത്യാവശ്യം നല്ല ചൂടോട് കൂടിയുള്ള വെള്ളമാണ് ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. നമുക്ക് അന്നതിന് ശേഷം ഒരു 5 മിനിറ്റ് സമയത്തേക്ക് ഈ ഒരു വെള്ളം ഒന്ന് മാറ്റി വെക്കാം. അപ്പോഴത്തേക്കും നല്ല രീതിയിൽ തന്നെ നമുക്ക് ആ ഒരു ഗ്രാമ്പു വെള്ളവുമായിട്ട് നന്നായിട്ടൊന്ന് കലർന്ന് കിട്ടും. ഈ ഒരു ഗ്രാമ്പു കലർന്ന വെള്ളം ആറിയതിനു ശേഷം ഒരു സ്പ്രേ ബോട്ടിലിനകത്തോട്ടേക്ക് ആക്കിയിട്ട് നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്.
നല്ലൊരു ഫേസ് ടോണറായിട്ടും അതുപോലെ തന്നെ ഹെയർ ടോണറായിട്ടും നമുക്കിത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. മുഖം നല്ലൊരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു സ്പ്രേ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് രാത്രി കിടക്കാവുന്നതാണ്. ജസ്റ്റ് ഒരു 1 വീക്ക് മാത്രം നിങ്ങൾ ഉറങ്ങുന്നതിൻ്റെ മുമ്പായിട്ട് നിങ്ങളുടെ ഫേസിൽ നല്ല രീതിയിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾ കിടക്കുകയാണെങ്കിൽ ഒരാഴ്ച കൊണ്ട് നിങ്ങളുടെ ഫേസിൽ എന്ത് മാർക്ക് ഉണ്ടെങ്കിലും, പിമ്പിൾസ് കൊണ്ടുള്ള മാർക്കാണെങ്കിലും അങ്ങനെയല്ല നിങ്ങൾക്ക് കരിമങ്ങുണ്ടെങ്കിലും എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അതൊക്കെ നിങ്ങൾക്ക് ഇല്ലാണ്ടാവുന്നത് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അത് മാത്രമല്ല കേട്ടോ, ഈ ഒരു സ്പ്രേ ഉപയോഗിച്ച് നല്ലൊരു ഹെയർ ടോണറായിട്ടും നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ റെഡിയാക്കിയ ഒരു സൊല്യൂഷൻ ഞാൻ ഇതുപോലൊരു സ്പ്രേ ബോട്ടിലിനകത്തോട്ടേക്കാണ് ഒഴിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരൊറ്റ സ്പ്രേ കൊണ്ട് നമ്മുടെ ഹെയറിലും നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്, അതുപോലെ തന്നെ നമ്മുടെ ഫേസിലും നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് നല്ല റിസൾട്ടും കിട്ടുന്നതാണ്. അത് മാത്രമല്ല കേട്ടോ, ഇപ്പോൾ ഒരുപാട് വെയിലും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഒരുപാട് പേർക്കുള്ള ഒരു വലിയൊരു പ്രശ്നമാണ് എത്ര തന്നെ സ്പ്രേ അടിച്ചാലും അല്ലെങ്കിൽ എത്ര തന്നെ ഡിയോസൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്താലും വല്ലാണ്ട് അങ്ങ് വിയർപ്പ് സ്മെല്ല് വരിക എന്നുള്ളത്. അങ്ങനെയുള്ളവരാണെങ്കിലും വെയിലത്ത് പോകുന്നതിന് മുമ്പായിട്ട് കക്ഷത്തിൽ കുറച്ച് ഈ ഒരു ഗ്രാമ്പൂവിൻ്റെ വെള്ളം നിങ്ങൾ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് നോക്കുക. ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അതായത് വിയർപ്പ് സ്മെല്ല് നിങ്ങൾക്ക് ഉണ്ടാവുകയില്ല. ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും സാധിക്കും. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടു നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഷാംപൂ ആണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഏകദേശം ഒരു 1/4 ടീസ്പൂൺ അളവിലേക്കാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് ഷാംപൂ വേണമെങ്കിലും നമുക്കിതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഗ്രാമ്പൂ ആണ്. ഞാൻ ഒരു 1/4 ടീസ്പൂൺ അളവിലേക്കാണ് ഗ്രാമ്പൂ ഇവിടെ എടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ചായപ്പൊടിയാണ്. അതും ഒരു 1/4 ടീസ്പൂൺ അളവിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ചെറിയൊരു കൈപ്പിടി അളവിലേക്ക് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 1/2 ഗ്ലാസ് അളവിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു വെള്ളം നല്ല രീതിയിൽ തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. അതായത് നമ്മൾ ചേർത്ത് കൊടുത്ത ഒരു ചായപ്പൊടിയുടെയും ഗ്രാമ്പൂവിൻ്റെയും കറിവേപ്പിലയുടെയും എസൻസ് നല്ല രീതിയിൽ ആ ഒരു ഷാമ്പൂ വെള്ളത്തിലേക്ക് ഇറങ്ങത്തക്ക രീതിക്ക് ജസ്റ്റ് ഒരു 5 മിനിറ്റ് സമയത്തേക്കൊന്ന് തിളപ്പിച്ചെടുക്കണം നമുക്ക്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് നമുക്ക് ആ ഒരു ഷാമ്പൂ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അടുപ്പിലേക്കൊന്ന് മാറ്റി വെക്കാം. ഒരു 5 മിനിറ്റ് സമയം ഇതുപോലെ ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ആ ഒരു ചായപ്പൊടിയുടെയും ഗ്രാമ്പൂവിൻ്റെയും എസൻസ് നല്ല രീതിയിൽ തന്നെ ആ ഒരു വെള്ളത്തിലേക്ക് ഇറങ്ങിക്കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. അതിനുശേഷം നന്നായിട്ട് ആറിയതിനു ശേഷം കുളിക്കുന്നതിന് ഒരു 1/2 മണിക്കൂർ മുമ്പായിട്ട് നന്നായിട്ടൊന്ന് ഫിൽറ്റർ ചെയ്തിട്ട് അരിച്ചെടുത്തിട്ട് നമ്മൾ ഈ ഒരു സൊല്യൂഷൻ നമ്മുടെ തലമുടി മുഴുവനായിട്ടും നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 1/2 മണിക്കൂർ സമയം നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം കഴുകി കളയുകയാണെങ്കിൽ മുടിക്ക് നല്ലൊരു നാച്ചുറൽ ആയിട്ടുള്ള കറുപ്പ് നിറം കിട്ടുകയും അതോടൊപ്പം തന്നെ മുടി നന്നായിട്ട് അടർത്തിയായിട്ട് നീളത്തോടെ വളരുകയും ചെയ്യും. ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ ഇതുപോലെയാണ് ഷാംപൂ ചെയ്യുന്നതെങ്കിൽ നല്ല രീതിയിൽ തന്നെ മുടിയിൽ ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് 1-2 തവണ ഉപയോഗിക്കുമ്പോഴത്തേക്കും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം. ഒരുപാട് മുടി നരച്ചുപോയി ആ നരച്ച മുടിയൊക്കെ വേരിൽ നിന്ന് തന്നെ കറുപ്പാക്കാൻ വേണ്ടിയിട്ടും ആ ഒരു കളർ ഒരുപാട് ദിവസം നിലനിൽക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ വീട്ടിൽ തന്നെ യാതൊരു കെമിക്കലും ഇല്ലാണ്ട് കൊണ്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു കിടിലൻ ഹെയർ ഡേ ഒന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് പുകയ്ക്കുകയും വേണ്ട, കരിക്കുകയും വേണ്ട. ഇതുപോലെ ജസ്റ്റ് ഒന്ന് നിങ്ങൾ കലക്കിയെടുത്താൽ മതിയാകും. അപ്പം നമ്മൾ ഈ ഒരു ഹെയർ ഡേ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നുള്ള ഒന്ന് കണ്ടു നോക്കിയാലോ. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മൾ വെറുതെ വലിച്ചെറിയുന്ന മാതളപ്പഴത്തിൻ്റെയും അതുപോലെ തന്നെ ബീട്രൂട്ടിൻ്റെ തോലുമാണ് കേട്ടോ. നന്നായിട്ട് കഴുകി നമ്മളിത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു തോല് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. നമ്മളിപ്പോൾ ഇവിടെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് നാച്ചുറൽ ആയിട്ടുള്ള നല്ലൊരു ഹെയർ ഡേക്ക് വേണ്ടിയിട്ടാണ്. അപ്പം നമ്മളത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നുള്ള ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓൾറെഡി ഞാൻ ഗ്രാമ്പൂ പൊടിച്ച ആ ഒരു മിക്സിയുടെ ജാറ് തന്നെയാണ് കേട്ടോ കഴുകാണ്ട് എടുത്തിരിക്കുന്നത്. കാരണം ഗ്രാമ്പൂ നമുക്ക് അത്രത്തോളം നല്ലതാണ് നമ്മുടെ മുടിക്ക്. അതുകൊണ്ടാണ് ഞാൻ അതോടെ തന്നെ എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഞാൻ ആവശ്യത്തിന് മാതളത്തിൻ്റെ തോലും അതുപോലെ തന്നെ ബീട്രൂട്ടിൻ്റെ തോലും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ നല്ല ഫൈൻ പേസ്റ്റ് ആക്കിയിട്ട് നമ്മളിവിടെ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. നിങ്ങൾ എടുക്കുന്ന കഞ്ഞിവെള്ളം അത്യാവശ്യം പുളിച്ചിരിക്കണം. അതായത് 2 ദിവസം മുമ്പ് നിങ്ങൾ എടുത്തു വെച്ച കഞ്ഞിവെള്ളം ആയിരിക്കണം. അതാണ് അത്രത്തോളം നമ്മുടെ മുടിക്കും നല്ലത്. അപ്പോൾ ആ ഒരു കഞ്ഞിവെള്ളം ഞാൻ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഒരു തിക്ക് കൺസിസ്റ്റൻസിയിൽ നമ്മുടെ മുടിയിൽ നല്ലൊരു ഹെയർ ഡേ ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യത്തക്ക രീതിക്ക് ആ ഒരു കൺസിസ്റ്റൻസിക്ക് വേണം നിങ്ങൾ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 2 ദിവസം മുമ്പ് പുളിച്ച കഞ്ഞിവെള്ളം
ആ ഒരു കഞ്ഞിവെള്ളം ചേർത്ത് ഞാനിവിടെ ബീട്രൂട്ടിൻ്റെ തോലും അതുപോലെ തന്നെ മാതളത്തിൻ്റെ തോലും അരച്ച് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ആവശ്യത്തിന് ഇതുപോലൊരു ബൗളിലേക്കൊന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ ഇതാ നമ്മൾക്ക് ആവശ്യത്തിന് എടുത്തതിന് ശേഷം ബാക്കിയുള്ള ആ ഒരു അരപ്പ് നമുക്ക് അങ്ങനെ തന്നെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. 1 മാസമൊക്കെ നമുക്കത് കേടുകൂടാണ്ട് ഫ്രിഡ്ജിൽ വെച്ച് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. മാത്രമല്ല നമ്മൾ അരച്ച് റെഡിയാക്കിയ ഈ ഒരു ഹെയർ പാക്ക് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ തലമുടിയിലൊക്കെ അപ്ലൈ ചെയ്ത് നമ്മൾ കുളിക്കുകയാണെങ്കിൽ പാർലറിൽ പോയിട്ട് നമ്മൾ കഴുകിയെടുത്ത പോലെ നല്ല മിനുസത്തോടു കൂടി ഉണ്ടാവും നമ്മുടെ മുടി. അപ്പം നമ്മളിപ്പോൾ അങ്ങനെയല്ല ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള ഹെർബൽ അടങ്ങിയിട്ടുള്ള അമോണിയ ഫ്രീ ആയിട്ടുള്ള ബ്ലാക്ക് എണ്ണയാണ്. ഇത് നമുക്ക് ആയുർവേദിക് ഷോപ്പിൽ നിന്നും വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കിട്ടും. അത് ഞാൻ ഏകദേശം 1 ടീസ്പൂൺ അളവിലേക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. അതായത് നമ്മുടെ മുടി എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ച് വേണം നമ്മൾ ഈ ഒരു എടുത്ത ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മൾ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതിന് ശേഷം ആ ഒരു ബ്ലാക്ക് എണ്ണ നമ്മുടെ ആ ഒരു പേസ്റ്റിലേക്ക് നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു രീതിയിലാണ് നമ്മൾ ഹെയർ ഡേ ചെയ്യുന്നതെങ്കിൽ ഈ ഒരു കളർ നിങ്ങൾക്ക് ഒരുപാട് ദിവസത്തേക്ക് നിലനിൽക്കുക തന്നെ ചെയ്യും. അത് മാത്രമല്ല മുടി ഡ്രൈ ആവുകയും ഇല്ല, മുടി കൊട്ടിപ്പോവുകയും ഇല്ല. ഉറപ്പായിട്ട് നിങ്ങളും ഇതുപോലൊന്ന് തയ്യാറാക്കി ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് തന്നെ ആ ഒരു വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഏതൊരു ഉൽപ്പന്നമാണെങ്കിലും എല്ലാവർക്കും അത് സെറ്റ് ആകണം എന്നുള്ളതില്ല. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു രീതിയിൽ ഹെയർ ഡേ ചെയ്യുന്നതെങ്കിൽ കുറച്ച് മാത്രം ഒന്ന് തലയിൽ അപ്ലൈ ചെയ്ത് ടെസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം മുഴുവനായിട്ടും നിങ്ങളുടെ തലമുടിയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. നല്ല രീതിയിൽ തന്നെ വെറും അരമണിക്കൂർ മാത്രം നിങ്ങളിത് തലയിൽ അപ്ലൈ ചെയ്ത് വെച്ചതിന് ശേഷം കഴുകി കളയാവുന്നതാണ്. നല്ല റിസൾട്ട് തന്നെ കിട്ടുന്നുണ്ട്. മാത്രമല്ല ആ ഒരു കളർ ഒരുപാട് ദിവസത്തേക്ക് നിലനിൽക്കുകയും ചെയ്യും. എൻ്റെ ഫ്രണ്ടായ ആയുർവേദിക് ഡോക്ടർ പറഞ്ഞ കിഡിലൻ ഹെയർ ഡേ മെത്തേഡ് ആണ് കേട്ടോ ഇത്. ഞാനും ഈ ഒരു രീതിയിലാണ് ഹെയർ ഡേ ചെയ്യാറ്. നല്ല റിസൾട്ട് കിട്ടും. മാത്രമല്ല ആ ഒരു കളർ ഒരുപാട് ദിവസത്തേക്ക് നിലനിൽക്കുകയും ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്ന എല്ലാ ടിപ്സുകളും നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനകരമായിരുന്നു എന്ന് ഞാൻ കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി കൂടെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബൈ.